നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ബികോം സബ്ജക്റ്റാണ് നമ്മളിവിടെ എടുക്കുന്നത്. നമ്മളെല്ലാം ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കൊറോണ എന്ന മഹാമാരി നമ്മളെല്ലാം വ്യത്യസ്തങ്ങളായ തരത്തിൽ ബാധിച്ച കാരണം ഒരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയറിൽ നിന്നും വ്യത്യാസമായി സോഷ്യൽ മീഡിയകളിലൂടെയും ഓൺലൈനൊക്കെ ആയിട്ടാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള രീതികളാണ് നമുക്കിനി തുടർന്ന് ഇനിയൊരു പ്രത്യേക സമയം വരെ സാധ്യമാവുള്ളൂ എന്നാണ് നമുക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് സമയാസമയം എടുക്കുന്ന അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്ത് കാര്യങ്ങൾ വ്യക്തമാക്കി മനസ്സിലായി മുന്നോട്ട് പോകാനുള്ള സംവിധാനത്തിലേക്ക് എത്തുക എല്ലാ ആളുകളും. നമ്മുടെ സബ്ജക്റ്റ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ആണ്. അക്കൗണ്ടൻസി ആയി ബന്ധപ്പെട്ട് +1 മുതൽ ചെറിയ ക്ലാസ് മുതൽ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭാഗങ്ങൾ കൈകാര്യം ചെയ്തു. അതിൽ കൂടുതലും ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആയിരുന്നു നമ്മൾ പഠിച്ചത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് +1 ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിരുന്നു. അതിനെ തുടർന്ന് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ കുറച്ച് ഭാഗം +2 പഠിച്ചു. വീണ്ടും കഴിഞ്ഞ വർഷം സെക്കൻഡ് സെമസ്റ്ററിലും നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പഠിച്ചു. ഇനി പുതിയൊരു മേഖലയാണ്, പുതിയൊരു അക്കൗണ്ടൻസിയുടെ വേറൊരു തലത്തിലുള്ള പഠനമാണ് നമ്മൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പഠിക്കുന്നത്. അക്കൗണ്ടൻസിക്ക് പൊതുവായി കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്നുള്ളത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിലെയും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെയും എല്ലാം ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പഠന രീതി ആണ്. അക്കൗണ്ടൻസിയുടെ ബ്രാഞ്ചുകളെ കുറിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ദർ ആർ 3 types ഓഫ് മേജർ ബ്രാഞ്ചസ് ഇൻ അക്കൗണ്ടിങ്: ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. അത്തരം കാര്യങ്ങളാണ് നമുക്ക് അക്കാദമിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഈ സെമസ്റ്ററുകളിലൂടെ എല്ലാം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ളത്. അതിൽ വ്യത്യസ്ത ഒരു മേഖലയാണ് നമുക്കിവിടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്നുള്ള ഒരു ടോപ്പിക്, ഒരു സെക്ഷൻ. അതിലാദ്യം നമുക്ക് എന്തൊക്കെ കണ്ടൻറ്റുകളാണ് ഈ വർഷത്തെ പഠന പുസ്തകത്തിൽ അല്ലെങ്കിൽ പഠന രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നൊന്ന് പരിശോധിക്കാം. സിലബസ് ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് 5 മൊഡ്യൂളുകളായിട്ടാണ് സിലബസ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ മൊഡ്യൂളിൽ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, ബോണസ് ഷെയർസ്, ബൈബാക്ക് ഓഫ് ഷെയർസ്, റൈറ്റ് ഇഷ്യൂസ് എന്ന് പറയുന്ന 5 സെക്ഷനുകളുണ്ട്. രണ്ടാമത്തെ മൊഡ്യൂളിൽ ബാങ്കിങ് കമ്പനീസിൻ്റെ ഫൈനൽ അക്കൗണ്ട്, മൂന്നാമത്തെ മൊഡ്യൂളിൽ ഇൻഷുറൻസ് കമ്പനീസിൻ്റെ ഫൈനൽ അക്കൗണ്ട്, നാലാമത്തെ മൊഡ്യൂളിൽ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ള സെക്ഷനാണ് കൈകാര്യം ചെയ്യുന്നത്. അഞ്ചാമത്തെ മൊഡ്യൂളിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളെ കുറിച്ചിട്ടുള്ള ഒരു നോട്ട്സും ഒരു സെക്ഷനുമാണ് കൈകാര്യം ചെയ്യുന്നത്. ഇങ്ങനെ 5 മൊഡ്യൂളുകളായിട്ടാണ് നമുക്ക് സിലബസ് ഉള്ളത്. അതിൽ ആദ്യത്തെ മൊഡ്യൂളിലെ ഫസ്റ്റത്തെ ചാപ്റ്ററാണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. വാട്ട് ഈസ് ഡിബഞ്ചേഴ്സ്? ഡിബഞ്ചേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണയിൽ നിന്നാണ് അതിൻ്റെ റിഡംഷനിലേക്ക് നമുക്ക് കടക്കാൻ സാധ്യമാവുള്ളൂ. അപ്പോൾ ആദ്യം we will discuss about the term debentures or the topic debentures. Debentures means it refers to the long-term fixed interest bearing securities എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററുകളിലൊക്കെ സെക്യൂരിറ്റീസിൽ പെട്ടിട്ടുള്ളതാണ് ഷെയറുകൾ, ഡിബഞ്ചറുകൾ എന്നെല്ലാം പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇറ്റ് റെഫേഴ്സ് ടു ദ ലോങ് ടേം ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിങ് സെക്യൂരിറ്റി. ലോങ് ടേമിനായിട്ട് ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ എൻറ്റൈറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സെക്യൂരിറ്റീസിലാണ് ഈ ഡിബഞ്ചേഴ്സ് ഉൾപ്പെടുന്നത്. ഇഷ്യൂഡ് ബൈ ദ കമ്പനി ടു റൈസ് ഫണ്ട്സ്. അവരുടെ ഫണ്ട് ക്രിയേഷൻ നടത്തുന്നതിന് വേണ്ടി കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്നതാണ് ഇത്തരം സെക്യൂരിറ്റി. ഇറ്റ് ഈസ് എ ബോറോവ്ഡ് ക്യാപിറ്റൽ. പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ പൊതു സ്ഥലങ്ങളിൽ നിന്ന് കമ്പനി ബോറോവ്ഡ് ക്യാപിറ്റൽ എന്നുള്ള ട്രീറ്റ്മെൻറ്റിലാണ് ഈ ഡിബഞ്ചേഴ്സിനെ ഉൾപ്പെടുത്തുന്നത്. ദ പേഴ്സൺ ഹാവിങ് ഓർ ഹോൾഡിംഗ് ഡിബഞ്ചേഴ്സ് ഈസ് കോൾഡ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ക്ലിയർ ആയിട്ടുണ്ടാവും. ദ പേഴ്സൺ ഹു ഈസ് ഹാവിങ്
a certain number of debentures is called a debenture holder or debenture holders. He is the creditor of the company. അദ്ദേഹം അല്ലെങ്കിൽ അത്തരം വ്യക്തികൾ സ്ഥാപനത്തിൻ്റെ ക്രെഡിറ്ററാണ്. എപ്പോഴും സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഡിബഞ്ചേഴ്സ് ഈസ് എ ലയബിലിറ്റി. അതേപോലെ തന്നെ റിഡംഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 6 കേസുകൾ, 6 കണ്ടീഷനുകൾ നമ്മളിവിടെ തന്നിട്ടുണ്ട്. റിഡംഷൻ എന്ന് പറയുമ്പോൾ അത് റീപേയ്മെൻ്റ് ആണ്. 6 കണ്ടീഷനുകൾ നമ്മൾ താഴെ തന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം, നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. റിഡംഷൻ നടത്തുന്നതിനേക്കാൾ മുന്നേ നമുക്കറിയാം, കഴിഞ്ഞ സെമസ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യമാണ് ഷെയറുകളുടെ ഇഷ്യൂസിനെ കുറിച്ചിട്ട്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇഷ്യൂസ് ആർ ദർ. issued at par, issued at premium, issued at discount. All the categories, all such 3 categories are adopted in this case also. In the case of debentures, issued at par, issued at premium and issued at discount. What is issued at par? When a company issues its securities at its face value or at its market value, it is termed as issued at par. ഒറിജിനൽ വാല്യൂവിന് ഷെയറുകളോ ഡിബഞ്ചറുകളോ ഇഷ്യൂ ചെയ്യാം. ആൻഡ് ഇഫ് ദ ഇഷ്യൂ പ്രൈസ് ഈസ് മോർ ദാൻ ഇറ്റ്സ് മാർക്കറ്റ് വാല്യൂ, മോർ ദാൻ ഇറ്റ്സ് ഒറിജിനൽ വാല്യൂ, മോർ ദാൻ ഇറ്റ്സ് ഫേസ് വാല്യൂ ഓർ മോർ ദാൻ ഇറ്റ്സ് പാർ വാല്യൂ, ദാറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. വാട്ട് ഈസ് ഡിസ്കൗണ്ട്? If the issue price is less the amount of its face value or its par value, that is issued at a discount. അതും ആ 3 കണ്ടീഷനുകൾ നമ്മൾ ഷെയറുകളിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഡിബഞ്ചറിൻ്റെ കേസിലും ഇഷ്യൂ പ്രോസസ്സുകൾ നടക്കുന്നത് ഇത്തരം 3 സിറ്റുവേഷനുകളിൽ കൂടെ തന്നെയാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഡിബഞ്ചറുകളും 3 തരത്തിൽ നമുക്ക് ഇഷ്യൂസ് നടത്താമെന്നാണ് ഇവിടെ പറഞ്ഞ ടോപ്പിക്. തുടർന്ന് അതിനെ റിഡീം ചെയ്യുക. As per its articles or memorandum, articles of association, as per its articles, after a fixed period, debentures must be repaid to its debenture holders at its agreed amount. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഡിബഞ്ചർ ഹോൾഡേഴ്സിനായിട്ടുള്ള ഒരു അഗ്രിമെൻറ്റ് പ്രകാരം how it will be returned to debenture holders എന്നുള്ള കാര്യം അവിടെ പ്രതിപാദിച്ചിട്ടുണ്ടായിരിക്കും. എങ്ങനെ, ഏത് തരത്തിൽ അതിൻ്റെ റിഡംഷൻ നടത്തണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇഷ്യൂവിൻ്റെ സമയത്ത് തന്നെ, ആ എഗ്രിമെൻറ്റിൻ്റെ സമയത്ത് തന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സും നമ്മുടെ കമ്പനിയും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവും. കമ്പനീസ് അവരുടെ പേയ്മെൻറ്റ് നടത്തുന്നതിനെ കുറിച്ചിട്ട് മുന്നേ തന്നെ ഫിക്സ് ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. എപ്പോൾ? അത് അറ്റ് ദ ടൈം ഓഫ് ഇറ്റ്സ് റിഡംഷൻ. അറ്റ് ദ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ എ ഫിക്സ്ഡ് ടൈം, ആഫ്റ്റർ 5 years, 3 years, 10 years എക്സെട്ര. ഓക്കെ, അപ്പോൾ ആ സമയത്ത് റിഡംഷൻ നടത്തുന്നത് ഏതൊക്കെ തരത്തിലാണ്, അതാണ് നമുക്ക് ആദ്യത്തെ സെക്ഷനിൽ കൈകാര്യം ചെയ്യാനുള്ള കാര്യം. റിഡംഷൻ സാധാരണ നടക്കുന്നത് 2 കണ്ടീഷനുകളിലാണ്. ഒന്ന് അറ്റ് പാർ, മറ്റൊന്ന് അറ്റ് പ്രീമിയം. നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, 3 സിറ്റുവേഷനുകളിൽ കൂടെ 3 തരങ്ങളിലായിട്ട് ഡിബഞ്ചറുകളെ ഇഷ്യൂ ചെയ്യാം. അങ്ങനെ ഇഷ്യൂ ചെയ്ത ഡിബഞ്ചറുകൾ റിഡംഷൻ നടത്തുമ്പോൾ, റീപേയ്മെൻറ്റ് ടു ഇറ്റ്സ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്, 2 സിറ്റുവേഷനുകൾ, 2 കാര്യങ്ങളാണ് നമുക്ക്, 2 തരത്തിലാണ് നമുക്ക് റിഡംഷൻ നടത്തേണ്ടത്. ഒന്ന് പാർ വാല്യൂയിലും മറ്റൊന്ന് പ്രീമിയത്തിലും. ഡിസ്കൗണ്ടിൽ സാധാരണ കേസിൽ റിഡംഷൻ നടത്തില്ല. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പാർ വാല്യൂവിനേക്കാളും കുറഞ്ഞ വിലയാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിസ്കൗണ്ട് എന്നുള്ള ട്രീറ്റ്മെൻറ്റ്, ഡിസ്കൗണ്ടിലെ റിഡംഷൻ ട്രീറ്റ്മെൻറ്റ് ഇല്ല. സാധാരണ 2 തരത്തിലുള്ളത്. ആ 2 തരത്തിൽ ചെയ്യുമ്പോൾ തന്നെ ഈ 2 കാറ്റഗറീസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് ഇഷ്യൂഡ് അറ്റ് പാർ, ഇറ്റ് ഈസ് റിഡീംഡ് അറ്റ് പാർ. മറ്റൊന്ന് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, ദാറ്റ് ഈസ് റിഡീംഡ് അറ്റ് പാർ വാല്യൂ. Issued at discount, then it is redeemed at par. Par value, there are 3 conditions for redemption. When the debentures are issued at par, it is to be redeemed at par. And second one, when the debentures are issued at premium, it is to be redeemed at par. And the third condition, when it is issued at a discount, it is to be
redeemed at par. There are 3 conditions in each cases. Second, പ്രീമിയത്തിൽ റിഡംഷൻ നടക്കുമ്പോഴും ഇതേ 3 കണ്ടീഷനുകളാണ് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് വൺ, issued at par, redeemed at premium. Issued at premium and redeemed at premium. Issued at discount and redeemed at premium. ഈ 6 കണ്ടീഷനുകളാണ് റിഡംഷൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ആൻഡ് റിഡംഷൻ. വാട്ട് ഈസ് റിഡംഷൻ? ഇറ്റ് ഈസ് റീപേയ്മെൻറ്റ് ഓഫ് ഡിബഞ്ചേഴ്സ് ടു ഇറ്റ്സ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ദർ ആർ 6 കണ്ടീഷൻസ് ഫോർ റിഡംഷൻ. അതാണ് നമ്മളിവിടെ തന്നിരിക്കുന്നത്, ഹൈലൈറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. ഫസ്റ്റ് കണ്ടീഷൻ, ഇഷ്യൂ അറ്റ് പാർ ആൻഡ് റിഡംഷൻ അറ്റ് പാർ. സെക്കൻഡ് വൺ, ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റിഡംഷൻ അറ്റ് പാർ. തേർഡ് വൺ, ഇഷ്യൂ അറ്റ് പ്രീമിയം ആൻഡ് റിഡംഷൻ അറ്റ് പാർ. ഫോർത്ത് വൺ, ഇഷ്യൂ അറ്റ് പാർ ആൻഡ് റിഡംഷൻ അറ്റ് പ്രീമിയം. ഫിഫ്ത്ത് വൺ, ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റിഡംഷൻ അറ്റ് പ്രീമിയം. ആൻഡ് ലാസ്റ്റ് വൺ, ഇഷ്യൂ അറ്റ് പ്രീമിയം ആൻഡ് റിഡംഷൻ അറ്റ് പ്രീമിയം. ഇനി ഓരോ കണ്ടീഷനുകളുടെയും ജേണൽ എൻട്രീസ് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ, ഇഷ്യൂഡ് അറ്റ് പാർ ആൻഡ് റിഡംഷൻ അറ്റ് പാർ. പാർ വാല്യൂവിൽ ഇഷ്യൂ വെൻ ദ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് ഇറ്റ്സ് ഒറിജിനൽ പ്രൈസ് and the same amount is to be redeemed after a fixed period. That is redemption at par. Issued at par and redemption at par. At the time of issue, the journal entry is bank account debtor to debenture account. ഇഷ്യൂവിൻ്റെ എൻട്രി ആണ്. ഇഷ്യൂ നടക്കുമ്പോഴുള്ള എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. നമ്മൾ നേരത്തെ ഷെയറുകളൊക്കെ ഇഷ്യൂ ചെയ്യുന്ന സമയത്തും പ്രീമിയത്തിലും പാർ വാല്യൂവിലും ഡിസ്കൗണ്ടിലൊക്കെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ പരിചയമുള്ള എൻട്രിയാണ്. ഇവിടെ ഷെയറിന് പകരം ഡിബഞ്ചർ ഉപയോഗിക്കുന്നു എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. നേരത്തെ നമ്മളവിടെ ഷെയർ ക്യാപിറ്റലാണ് ഉപയോഗിച്ചിരുന്നത്. ഇവിടെ ആ ഷെയർ ക്യാപിറ്റലിൽ നിന്നുള്ള ടേമിന് പകരം ഡിബഞ്ചർ അക്കൗണ്ടിലേക്കാണ് ആ എമൗണ്ടുകൾ മാറ്റുന്നത്. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സാധാരണ ഡിബഞ്ചറുകളൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിലൊക്കെ തരുമ്പോൾ ഒരു പെർട്ടിക്കുലർ എമൗണ്ട്, പെർട്ടിക്കുലർ പെർസെൻറ്റേജ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടാണ് ഡിബഞ്ചർ തരിക. എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ പറയാം ഒരു 10% ഡിബഞ്ചേഴ്സ്, 6% ഡിബഞ്ചേഴ്സ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഡിബഞ്ചറിൻ്റെ കൂടെ അതിൻ്റെ പെർസെൻറ്റേജും കൂടെ കാണിക്കേണ്ടി വരും. പ്രോബ്ലങ്ങളിൽ കൂടെ നമുക്ക് പറയാം, ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ നമ്മളെ ഫസ്റ്റ് എൻട്രി ഇഷ്യൂവിൻ്റെ സമയത്തുള്ള എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. രണ്ടാമത് അടുത്ത സെക്ഷനിൽ അത് റിഡംഷൻ്റെ സമയത്തുള്ള എൻട്രി, റിഡീം ചെയ്യുന്ന സമയത്തുള്ള എൻട്രി. നേരത്തെ നമ്മൾ ഇഷ്യൂ ചെയ്തു, ആ ഇഷ്യൂ ചെയ്തത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് റിഡംഷൻ നടത്തുന്ന സമയത്തുള്ള എൻട്രിയാണ് അടുത്ത 2 എണ്ണം വരുന്നത്. ഒന്നാമത്തത് ഇതിൽ റിഡംഷൻ്റെ കേസിൽ ആദ്യത്തെ എൻട്രി ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ the amount payable to debenture holders is credited to debenture holders account. The face value of debenture amount is credited to debenture holders amount, that is debenture account debtor to debenture holders account. അതല്ലെങ്കിൽ നമ്മൾ അതിന് വേറൊരു വേർഷൻ പറയാറുള്ളത് എമൗണ്ട് ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. എമൗണ്ട് ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്, that is debenture account debtor to debenture holders. At the time of settlement of the amount, debenture holders account debtor to bank account. അതാണ് റിഡംഷൻ്റെ സമയത്ത് 2 എൻട്രീസ് നമ്മൾ കാണിക്കണം എന്ന് പറഞ്ഞത്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഡ്യൂ ആവുന്ന കേസും അതേപോലെ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എമൗണ്ട് സെറ്റിൽമെൻറ്റ് നടത്തുന്ന എൻട്രി, അത് ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തിട്ടാണ് നമ്മളവിടെ കാണിച്ചത്. എമൗണ്ട് പോവുകയാണല്ലോ, അസറ്റാണ്, അസറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. ഐ മീൻസ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് സെറ്റിൽ ചെയ്യുമ്പോൾ ബാങ്ക് ബാലൻസിൻ്റെ കുറവാണ് അവിടെ സംഭവിക്കുക എന്നുള്ള കൺസെപ്റ്റിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഇതാണ് റിഡംഷൻ്റെ കേസിലുള്ള എൻട്രി. റിഡംഷൻ്റെ കേസിൽ ഏതാ റിഡംഷൻ എന്ന് പറഞ്ഞത്? നമ്മൾ റിഡംഷൻ അറ്റ് പാർ, ഫേസ് വാല്യൂവിൽ തന്നെ, പാർ വാല്യൂവിൽ തന്നെ റിഡംഷൻ നടത്തുമ്പോഴുള്ള എൻട്രിയാണ് ഈ 2 എൻട്രി. ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള എൻട്രി പറഞ്ഞു ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. രണ്ടാമത്തെ കണ്ടീഷനിൽ ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റിഡംഷൻ അറ്റ് പാർ. ഇഷ്യൂ നടത്തുന്നത് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ
ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് ഡെബിറ്റ് ചെയ്യണമെന്ന് നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഓർമ്മയില്ലെങ്കിൽ കുഴപ്പമില്ല, ശ്രദ്ധിച്ചാൽ മതി. ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റിഡംഷൻ അറ്റ് പാർ. ഡിസ്കൗണ്ടിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ എൻട്രി ശ്രദ്ധിക്കുക. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. നേരത്തെ ബേസിക് എൻട്രിയിൽ നിന്നും വ്യത്യാസം, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് എന്നുള്ളത് നമ്മളിവിടെ ഡെബിറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ബേസ് എൻട്രി ഇതാണ്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ. അതിൻ്റെ കൂടെ വന്ന മാറ്റം ശ്രദ്ധിച്ചാൽ മതി, എൻട്രി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാണാപ്പാഠം പഠിച്ച് സമയം കളയണമെന്ന് ഞാൻ പറയണമെന്നില്ല. ആ മാറ്റം ശ്രദ്ധിക്കുക. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ എന്നുള്ളതിൽ എന്ത് മാറ്റാണ് വന്നത്? ഡിസ്കൗണ്ടിലാവുമ്പോൾ ആ ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്ന അക്കൗണ്ടിൽ ഇവിടെ ഡെബിറ്റ് ചെയ്ത് കാണിച്ചു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. ക്ലിയർ? റിഡംഷൻ്റെ എമൗണ്ട് ഏതാ? റിഡംഷൻ്റെ ട്രീറ്റ്മെൻറ്റ് ഏതാ? ശ്രദ്ധിക്കുക. റിഡംഷൻ അറ്റ് പാർ. റിഡംഷൻ അറ്റ് പാർ ഫേസ് വാല്യൂവിൽ തന്നെയാണ്, പാർ വാല്യൂവിൽ തന്നെയാണ് റിഡംഷൻ. ഇവിടെയും റിഡംഷൻ അറ്റ് പാർ ഫേസ് വാല്യൂ പാർ വാല്യൂവിൽ തന്നെയാണ് റിഡംഷൻ. ആ റിഡംഷനിൽ നമ്മൾ ഫോളോ ചെയ്ത എൻട്രി ഏതാ? രണ്ടെണ്ണം. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഡ്യൂ ആവുന്നതും ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ സെറ്റിൽ ചെയ്യുന്നത്. എന്തായിരുന്നു എൻട്രി? ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഓക്കെ, അതേ കൺസെപ്റ്റ് തന്നെയല്ലേ ഇവിടെയുള്ളത്? പാർ വാല്യൂവിൽ തന്നെയല്ലേ റിഡംഷൻ നടത്തുന്നത് ഇവിടെ. അപ്പോൾ അതേ രണ്ട് എൻട്രി ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരും. അതുകൊണ്ട് നമ്മളിവിടെ എഴുതിയിട്ടില്ല. ഇതേ എൻട്രി രണ്ടെണ്ണം ഇവിടെ വരും. ഏതൊക്കെയാ? ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ എമൗണ്ട് ഡ്യൂ ആകുമ്പോഴുള്ള എൻട്രി ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ആ ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ സെറ്റിൽ ചെയ്യുന്ന എൻട്രി ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഓക്കെ, ഡിബഞ്ചർ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള എൻട്രി നമ്മൾ പറഞ്ഞു. പാർ വാല്യൂവിൽ റിഡംഷൻ നടത്തുമ്പോഴുള്ള രണ്ട് എൻട്രി ഇതിവിടെ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നു. ഓക്കെ, മൂന്നാമത്തെ കണ്ടീഷൻ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് റിഡംഷൻ അറ്റ് പാർ. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള എൻട്രി എങ്ങനെയാണ്? പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം. എന്താ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുക എന്നുള്ള കേസ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. വെൻ ദ ഇഷ്യൂ എമൗണ്ട് ഈസ് ഓവർ ദ പാർ വാല്യൂ, ഓവർ ദ ഫേസ് വാല്യൂ, ഫേസ് വാല്യൂവിനേക്കാളും പാർ വാല്യൂവിനേക്കാളും കൂടുതലാണ് ഇഷ്യൂ ചെയ്യുന്ന എമൗണ്ട് എങ്കിൽ ആ ഇഷ്യൂ ചെയ്ത പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് ഇഷ്യൂ അറ്റ് പ്രീമിയം. അപ്പോൾ the amount received in excess the amount of face value is termed as premium amount. The amount of premium should be transferred to a separate account that is called securities premium account. Okay, hence the security premium account is to be credited in this case. നോക്കുക, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. അതാണ് ഇഷ്യൂ ചെയ്യുമ്പോൾ എൻട്രി. വീണ്ടും റിഡംഷൻ ഏതാ കണ്ടീഷൻ? റിഡംഷൻ അറ്റ് പാർ ഫേസ് വാല്യൂവിൽ പാർ വാല്യൂവിൽ തന്നെയാണ് റിഡംഷൻ. അപ്പോൾ ആദ്യത്തെ കണ്ടീഷനും പാർ വാല്യൂവിലായിരുന്നു റിഡംഷൻ. രണ്ടാമത്തതും പാർ വാല്യൂവിലാകുമ്പോൾ അതേ രണ്ട് എൻട്രി തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. മൂന്നാമത്തെ കണ്ടീഷനിലും പാർ വാല്യൂവിൽ തന്നെയാണ് റിഡംഷൻ. അപ്പോൾ വീണ്ടും അതേ രണ്ട് എൻട്രീസ് തന്നെ ഇവിടെയും ഫോളോ ചെയ്താൽ മതി. ഏതാ? ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഡ്യൂ ആകുമ്പോൾ എൻട്രി ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ സെറ്റിൽ ചെയ്യുമ്പോൾ എൻട്രി ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. രണ്ട് എൻട്രി സെയിം അതേപോലെ തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ. ഇനി അടുത്ത കണ്ടീഷനാണ്, നാലാമത്തതാണ് ഇഷ്യൂ അറ്റ് പാർ റിഡംഷൻ അറ്റ് പ്രീമിയം. പാർ വാല്യൂവിൽ ഇഷ്യൂ ചെയ്തു, പ്രീമിയത്തിൽ തിരിച്ചു കൊടുക്കുമ്പോൾ എൻട്രി ശ്രദ്ധിക്കുക. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ loss on issue of debentures account debtor to debenture account to premium on redemption of debenture account. എന്ത് ശ്രദ്ധിക്കുക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ loss on issue of debentures account debtor to debenture account to premium on redemption of debentures account. എൻട്രി ബാങ്ക് അക്കൗണ്ടിൻ്റെ നേരെ ഏത് എമൗണ്ട് ആണോ അതിൻ്റെ ഫേസ് വാല്യൂ ആയിട്ട് റിസീവ് ചെയ്യുന്നത്, പാർ വാല്യൂ ആയിട്ട് റിസീവ് ചെയ്യണമെന്ന് വെച്ചാൽ അത്. ഇനി ഇത് ശ്രദ്ധിക്കുക, ബാങ്ക് ഡിബഞ്ചർ അക്കൗണ്ടിൻ്റെ നേരെ അതേ ഫേസ് വാല്യൂ തന്നെ, കാരണം പാർ വാല്യൂവിൽ ചെയ്യുമ്പോൾ അതേ ഫേസ് വാല്യൂ തന്നെ. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഡിബഞ്ചർ അക്കൗണ്ട് ഷോസ് ഫേസ് വാല്യൂ എല്ലാ കണ്ടീഷനിലും. ഇൻ എവറി കണ്ടീഷൻ ഓർ ഓൾ ദ കണ്ടീഷൻ
ഡിബഞ്ചർ അക്കൗണ്ട് ഷോസ് ദ ഫേസ് വാല്യൂ ഓഫ് ഇറ്റ്സ് ഡിബഞ്ചേഴ്സ്. സോ ഇവിടെ ഡിബഞ്ചറിൻ്റെ നേരെ കാണിക്കേണ്ട എമൗണ്ട് ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂവിൻ്റെ എമൗണ്ട് ആണ്. പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞ് കാണിക്കേണ്ടത് ഏത് എമൗണ്ടിനാണോ അധികം കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ 10 രൂപയുടെ ഡിബഞ്ചറാണെന്ന് കരുതുക. 10 രൂപയുടെ ഡിബഞ്ചർ 10 രൂപ ഫേസ് വാല്യൂ ഡിബഞ്ചറിൻ്റെ നേരെ വരും. ഇവിടെ പാർ വാല്യൂവിൽ ഇഷ്യൂ ചെയ്യണ കാരണം അതേ എമൗണ്ട് തന്നെ ബാങ്കിൻ്റെ നേരെയും കാണിക്കും 10 രൂപ. 12 രൂപയ്ക്കാണ് അത് തിരിച്ചു കൊടുക്കുന്നത് എങ്കിൽ 2 രൂപയല്ലേ എക്സസ് എമൗണ്ട് വരുന്നത്. ആ 2 രൂപ പ്രീമിയം ഓൺ റിഡംഷൻ എന്നുള്ളതിൻ്റെ അവിടെയും കാണിക്കും. ഇവിടെ 10 രൂപ വാങ്ങി 12 രൂപ തിരിച്ചു കൊടുക്കുക. ആ കോമൺ കേസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. 10 രൂപ വാങ്ങി 12 രൂപ തിരിച്ചു കൊടുക്കുമ്പോൾ 2 രൂപ ലോസ് അല്ലേ അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ആ റിഡംഷൻ്റെ സമയത്ത് നമുക്ക് സംഭവിക്കുന്ന നഷ്ടം, ലോസ്, ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ, ഇഷ്യൂവിൻ്റെ എൻട്രി ഫോളോ ചെയ്യുമ്പോൾ തന്നെ നമ്മളിവിടെ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്നുള്ള ട്രീറ്റ്മെൻറ്റിൽ കാണിക്കുകയാണ് എന്നർത്ഥം. അതാണ് ഇവിടെ ഇഷ്യൂവിൻ്റെ കേസിൽ തന്നെ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്നുള്ള ഒരു എമൗണ്ട് അവിടെ എഴുതാൻ വേണ്ടി തന്നിട്ടുള്ളത്. അപ്പോൾ ഏത് എമൗണ്ടാണോ ഇവിടെ നമുക്ക് നഷ്ടം, പ്രീമിയത്തിൻ്റെ എമൗണ്ട് തന്നെ, ഓക്കെ, അതേ 2 രൂപ തന്നെയാണ് നമുക്ക് ഇവിടെയും കാണിക്കേണ്ടത്. അപ്പോൾ ഡെബിറ്റിലും 12 റുപ്പീസായി, അതേപോലെ ക്രെഡിറ്റ് ബാലൻസും 12 തന്നെയാണ്. ഓക്കെ, ഇനി റിഡംഷൻ്റെ സമയത്ത്, റിഡംഷൻ നടക്കുന്നത് പ്രീമിയത്തിലാണ്. പ്രീമിയത്തിൽ റിഡംഷനാണ്. നേരത്തെ നമ്മൾ 3 കണ്ടീഷനിലും പറഞ്ഞ പോലെ തന്നെ ആദ്യം ദ എമൗണ്ട് ഡ്യൂ ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഇസ് ടു ബി ക്രെഡിറ്റഡ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആണ്, ഷെയർ ഹോൾഡേഴ്സ് അല്ല. ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്ന എമൗണ്ട് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ. പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ, കൊടുക്കുന്ന റിഡംഷൻ നടത്തുന്ന പ്രീമിയം എമൗണ്ട്, പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ടിലുള്ള എമൗണ്ട്, രണ്ടും കൂടെ കൂട്ടിയിട്ടുള്ള എമൗണ്ടാണ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. ഓക്കെ, ആ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് സെറ്റിൽ ചെയ്യുന്നതാണ് ലാസ്റ്റത്തെ എൻട്രി. ലാസ്റ്റ് നോക്കുക, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. റിഡംഷൻ്റെ 2 എൻട്രി ഉണ്ടാവുന്ന നേരത്തെ 3 കേസുകളിലും പറഞ്ഞു. എമൗണ്ട് ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് ദെൻ എമൗണ്ട് സെറ്റിൽഡ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഓക്കെ, അപ്പോൾ പ്രീമിയത്തിൽ റിഡംഷൻ്റെ എൻട്രിയാണ് ഈ കിടക്കുന്നത്. ഇത് നമുക്ക് ആവശ്യമുണ്ട് ഇനി അടുത്ത 2 കണ്ടീഷനുകളിലും പറയാം. രണ്ടാമത്തത് മീൻസ് പ്രീമിയത്തിൽ അഞ്ചാമത്തെ സെക്ഷൻ, 5ാമത്തെ കണ്ടീഷൻ വരുന്നത് ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട്, റിഡംഷൻ അറ്റ് പ്രീമിയം. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്ത ഡിബഞ്ചറുകൾ പ്രീമിയത്തിലാണ് റിഡംഷൻ നടത്തുന്നത്. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ എൻട്രി ശ്രദ്ധിക്കുക, സാമ്യത തോന്നും ചിലപ്പോൾ. ശ്രദ്ധിക്കുക, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട് ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. നേരത്തെ എൻട്രിയും ഇപ്പോൾ പറഞ്ഞ എൻട്രിയും സെയിം തന്നെയാണ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട് ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. എന്താ കാര്യം, ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, പ്രീമിയത്തിൽ തിരിച്ചു കൊടുക്കണം. നമുക്ക് എക്സാമ്പിൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് 8 രൂപ വാങ്ങി 12 രൂപ തിരിച്ചു കൊടുക്കുന്നു അല്ലേ. ആക്ച്വൽ എമൗണ്ട്, ആക്ച്വൽ ഫേസ് വാല്യൂ 10 രൂപയാണ് ഒരു ഡിബഞ്ചറിന് എന്ന് കരുതുക. ആ 10 രൂപ ഉള്ളിടത്താണ് നമ്മൾ 8 രൂപ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. ആ 8 രൂപ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അത് കൊടുക്കുന്നത്, റിഡംഷൻ നടത്തുന്നത് അറ്റ് പ്രീമിയം, ദാറ്റ് ഈസ് പ്രീമിയം ഓഫ് ₹2, ടോട്ടൽ എമൗണ്ട് 12. അപ്പോൾ അവിടെ 2 കണ്ടീഷനുകളിലും ഒരു നഷ്ടമല്ലേ സംഭവിച്ചത്. നമ്മൾ ആ ഫേസ് വാല്യൂ വെച്ച് ചിന്തിക്കൂ. ഫേസ് വാല്യൂ വെച്ച് ചിന്തിക്കുമ്പോൾ 8 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തു, അപ്പം തന്നെ 2 രൂപ നഷ്ടമാണ്. ആ സമയത്ത് തന്നെ ഇഷ്യൂ, അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂവിൻ്റെ സമയത്ത് തന്നെ 2 രൂപ നഷ്ടമാണ്. അതേ ഫേസ് വാല്യൂ ഉള്ള 10 രൂപയുടെ സാധനം, 10 രൂപയുടെ ഡിബഞ്ചർ 12 രൂപയ്ക്കല്ലേ തിരിച്ചു കൊടുക്കുന്നത്. ഡിബഞ്ചർ റിഡംഷൻ നടത്തുന്ന സമയത്തും 2 രൂപ ലോസാണ്. അപ്പോൾ ടോട്ടൽ ലോസ് അവിടെ എത്രയാണ് വന്നത്? 2 at the time of issue and 2 at the time of redemption. ടോട്ടൽ 4. 4 രൂപയാണ് അവിടെ റിഡംഷൻ്റെ സമയത്തും ഇഷ്യൂവിൻ്റെ സമയത്തും കൂടി നഷ്ടം വന്നത്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് ഉണ്ടായിക്കോട്ടെ മനസ്സിൽ. പിന്നെ അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എന്ത് എമൗണ്ടാണ് കാണിക്കേണ്ടി വരിക? റിസീവ് ചെയ്യുന്ന എമൗണ്ട് 8 രൂപയാണ് ഇവിടെ വാങ്ങുന്നുള്ളൂ. 8 രൂപയെ വാങ്ങുന്നുള്ളൂ. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഡിബഞ്ചർ അക്കൗണ്ടിൻ്റെ നേരെ എപ്പോഴും ഫേസ് വാല്യൂയെ കാണിക്കൂ, പാർ വാല്യൂയെ കാണിക്കൂ. ഡിബഞ്ചർ ക്രെഡിറ്റ് ആണ്,
എത്ര ഫേസ് വാല്യൂ 10 രൂപ. പ്രീമിയത്തിലാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. 2 രൂപ അല്ലേ പ്രീമിയം ഉള്ളത്. 2 രൂപ പ്രീമിയത്തിലാണ് തിരിച്ചു കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് 2 രൂപ. നേരത്തെ പറഞ്ഞ കേസ് ശ്രദ്ധിക്കുക. ഇഷ്യൂ ചെയ്യുമ്പോൾ 2 രൂപ ലോസ് ഉണ്ട്, റിഡംഷന്റെ സമയത്തും 2 രൂപ ലോസ് ഉണ്ട്. ടോട്ടൽ ലോസ് 4 രൂപ. ആ 4 രൂപയാണ് ഇവിടെ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കേണ്ടത്. ക്ലിയർ? 2 കണ്ടീഷനുകളിലെയും ജേണൽ എൻട്രി സെയിം ആണ്, പക്ഷേ എമൗണ്ടുകൾ റെക്കോർഡ് ചെയ്യുന്നതിൽ ചെറിയ വ്യത്യാസമുണ്ട്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട് ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. ഓക്കെ, ഡെബിറ്റ് ബാലൻസും 12 തന്നെയാണ്, ക്രെഡിറ്റ് ബാലൻസും 12 തന്നെയാണ്. റിഡംഷൻ്റെ എൻട്രി എന്താ? റിഡംഷൻ എങ്ങനെയാണ് നടത്തുന്നത്? അറ്റ് പ്രീമിയം. പ്രീമിയത്തിൽ റിഡംഷൻ നടത്തുമ്പോൾ എൻട്രി നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് കണ്ടീഷനിൽ പറഞ്ഞു കഴിഞ്ഞു. എന്തായിരുന്നു അത്? ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അറ്റ് ദ ടൈം ഓഫ് ഡ്യൂ, amount due to debenture holders, and at the time of settlement to debenture holders the entry is debenture holders account debtor to bank. ഇവിടെ പറഞ്ഞു നേരത്തെ 2 എൻട്രി. അപ്പോൾ സെയിം ഈ 2 എൻട്രി തന്നെയാണ് വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മൾ എഴുതിയിട്ടില്ല ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഉണ്ടായിരുന്ന അതേ 2 എൻട്രി തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത കണ്ടീഷൻ, ലാസ്റ്റത്തെ കണ്ടീഷൻ, 6ാമത്തെ കണ്ടീഷൻ, ഇഷ്യൂ അറ്റ് പ്രീമിയം റിഡംഷൻ അറ്റ് പ്രീമിയം. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തു, തിരിച്ചു കൊടുക്കുന്നതും പ്രീമിയത്തിൽ തന്നെയാണ്. കുഴപ്പമില്ല അല്ലേ? 10 രൂപ ഉള്ള ഫേസ് വാല്യൂ ഉള്ള ഡിബഞ്ചർ 12 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തു, അതേ 12 രൂപയ്ക്ക് തന്നെയാണ് തിരിച്ചു കൊടുക്കുന്നത്. എൻട്രി ശ്രദ്ധിക്കുക. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ to debenture account to securities premium to premium on redemption of debentures. Premium on redemption of debentures. ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള പ്രീമിയത്തിലാന്ന് പറഞ്ഞു, തിരിച്ചു കൊടുക്കണം. റിഡംഷൻ്റെ എൻട്രിയും റിഡംഷൻ്റെ കേസും പ്രീമിയത്തിൽ തന്നെയാണ്. എങ്ങനെയൊക്കെ കാണിക്കേണ്ടി വരിക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ 10 രൂപയാണ്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള പ്രീമിയമാണ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അത് 2 രൂപയാണ്. അപ്പോൾ പ്രീമിയം ഉൾപ്പെടെ ഡിബഞ്ചറിൻ്റെ എമൗണ്ട് 12 രൂപ അല്ലേ നമുക്ക് കിട്ടുന്നുണ്ടാവുക. ആ 12 രൂപ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എന്നുള്ളതിൻ്റെ അവിടെ കാണിച്ചു. ക്ലിയർ? ഇനി ഫേസ് വാല്യൂ വെച്ചിട്ട് തന്നെ ചിന്തിക്കുക. ഫേസ് വാല്യൂ 10 രൂപയുള്ള ഡിബഞ്ചർ തിരിച്ചു കൊടുക്കുന്നത് 2 രൂപ പ്രീമിയത്തിലാണ്. അപ്പോൾ ആ 2 രൂപ അല്ലേ നഷ്ടമുള്ളൂ. ആ ലോസാണ്, ആ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്നുള്ളതിൻ്റെ അവിടെ കാണിക്കേണ്ടത്. 2 രൂപയാണ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്നുള്ളതിൻ്റെ അവിടെ കാണിക്കേണ്ടത്. ഏത് 2 രൂപ? ഒരർത്ഥത്തിൽ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് പറയാം പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ. ഡിബഞ്ചർ തിരിച്ചു കൊടുക്കുമ്പോൾ റിഡംഷൻ്റെ സമയത്തുള്ള പ്രീമിയം തന്നെയാണ് ഇവിടെയും കാണിക്കേണ്ടത്. അതായത് അതാണ് ലോസ് വരുന്നുള്ളൂ എന്നർത്ഥം. അപ്പോൾ പ്രീമിയത്തിൻ്റെ എമൗണ്ട് തിരിച്ചു കൊടുക്കുമ്പോഴുള്ള പ്രീമിയം എത്ര തന്നെയാണ് വരിക? 2 rupees തന്നെയാണ് വരിക. അപ്പോൾ ഈ കേസ് ശ്രദ്ധിക്കുക. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ പ്രീമിയം ഉൾപ്പെടെ റിസീവ് ചെയ്യുന്ന എമൗണ്ട് 12. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്, ഡിബഞ്ചർ റിഡീം ചെയ്യുന്ന സമയത്തുള്ള ലോസ് 2 രൂപ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു റിഡംഷൻ്റെ സമയത്തുള്ള പ്രീമിയം 2 രൂപ തന്നെ. ടു ഡിബഞ്ചർ അക്കൗണ്ട് എപ്പോഴും ഡിബഞ്ചറിൻ്റെ എമൗണ്ട് ഫേസ് വാല്യൂ കാണിക്കാവൂ 10. ടു സെക്യൂരിറ്റീസ് പ്രീമിയം ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള 2 രൂപ സെക്യൂരിറ്റീസ് പ്രീമിയം. ടു പ്രീമിയം ഓൺ റിഡംഷൻ തിരിച്ചു കൊടുക്കുമ്പോഴുള്ള പ്രീമിയം. അപ്പോൾ ഇതാണ് എൻട്രി. ഇനി വീണ്ടും റിഡംഷൻ ഓൺ റിഡംഷൻ. എന്താ റിഡംഷൻ്റെ എൻട്രി? നേരത്തെ പറഞ്ഞു 2 കേസിലും പറഞ്ഞു നമ്മൾ. എന്താ 2 കേസിലും പറഞ്ഞത്? 2 കേസിലും പറഞ്ഞത് പ്രീമിയത്തിൽ തന്നെ തിരിച്ചു കൊടുക്കുന്നത്. റിഡംഷൻ അറ്റ് പ്രീമിയം. പ്രീമിയത്തിൽ റിഡംഷൻ നടത്തുമ്പോഴുള്ള 2 എൻട്രി എന്താ? ഇവിടെ ഉണ്ട്. ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഡ്യൂ ആവുന്ന എൻട്രി. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് സെറ്റിൽമെൻറ്റിൻ്റെ എൻട്രി. അതേ 2 എൻട്രി വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യും. നമ്മളത് വീണ്ടും എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അത്തരം 2 എൻട്രീസ് നമുക്ക് അവിടെ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിബഞ്ചറിൻ്റെ റിഡംഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ഐഡിയാസ്. അപ്പോൾ ഈ ബേസിക് നിങ്ങൾ റിവൈസ് ചെയ്ത് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ,
ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോസിൽ കൂടെ അടുത്ത പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.